കനകോലുവിന്റെ സർവേ ഐഡിയ ഇങ്ങനെയായിരുന്നു: UDFന് ജയം, BJPക്ക് മുന്നേറ്റം, LDFന് തിരിച്ചടി. ഇങ്ങനെയായിരിക്കണം എല്ലാ മണ്ഡലത്തിലെയും സർവേ ഫലമെന്ന് ആദ്യമേ ഉറപ്പിച്ചു. BJP വളർന്നു എന്ന പ്രതീതി സൃഷ്ടിക്കണം. UDFന് ജയിക്കാനാണ് താരതമ്യേന സാധ്യതയെന്നും ജനങ്ങളെ തോന്നിപ്പിക്കണം. അങ്ങനെയായാൽ സംഘപരിവാർ വിരുദ്ധ വോട്ടുകൾ UDFിലേക്ക് എത്തും. അതാണ് സർവേ. അല്ലേലും തിരുവനന്തപുരം BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ ഏഷ്യാനെറ്റിൽ നിന്നും, സംഘപരിവാർ പിടിച്ചടക്കിയ മാതൃഭൂമിയിൽ നിന്നും, കോൺഗ്രസിന്റെ സ്വന്തം മനോരമയിൽ നിന്നും ഇതിൽ കൂടുതൽ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഇതൊക്കെ പെയ്ഡ് സർവേകളാണ് എന്ന് മനസ്സിലാക്കാത്തവർ ആരുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാലും ഇവർ സർവേ നടത്തും. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മനോരമ സർവേ നടത്തി തോൽപ്പിച്ച ഇടതുപക്ഷത്തെ 32 സ്ഥാനാർത്ഥികളാണ് ജയിച്ച് നിയമസഭയിൽ എത്തിയത്. എന്നിട്ടും മനോരമയുടെ അതേ അവതാരകർ വന്ന് പറയും ഏറ്റവും ശാസ്ത്രീയവും സമഗ്രവുമായ സർവേ ഞങ്ങളുടേതാണ് എന്ന്. ലേശം മാന്യതയെങ്കിലും വേണ്ടേ ഇങ്ങനെയൊക്കെ തള്ളാൻ? ഇനി ഇത്തവണത്തെ സർവേ. അടുത്തടുത്ത ദിവസങ്ങളിൽ പുറത്തു വന്ന വ്യത്യസ്ത സർവേ ഫലങ്ങളിൽ 1, 2, 3 സ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. മനോരമയാകട്ടെ ഇടതുപക്ഷത്തിന്റെ ഉറച്ച മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ 3ാം സ്ഥാനത്തിലേക്ക് പ്രഖ്യാപിക്കുകയും ചെയ്തു. സത്യം പറഞ്ഞ UDFനെ ജയിപ്പിക്കാൻ യൂത്തന്മാരെക്കാൾ ഉത്സാഹം മാധ്യമങ്ങൾക്കാണ്. മറ്റൊന്ന്, BJP ഒരു ശക്തിയാണെന്ന് വരുത്തി തീർത്ത് മതേതര വോട്ടുകളെ ഭയപ്പെടുത്തുന്ന അജണ്ടയാണ്. ഈ സർവേയിലെ കോൺഗ്രസിന്റെ സ്നേഹവും BJP വോട്ട് വിഹിതവും കണ്ടാൽ മനസ്സിലാകും. കനകോലു വഴി ഓടിയെത്തിയ കോടികളും ബോണ്ട് വഴി BJPയിൽ നിന്നും കിട്ടിയ കോടികളും തമ്മിലുള്ള മത്സരമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന്.